നമ്മൾ CSR തട്ടിപ്പിന്റെ വാർത്തകൾ തീരുന്നില്ല. ആ തട്ടിപ്പിൽ തൃശൂർ വടക്കാഞ്ചേരിയിൽ 3 പരാതികൾ പോലീസിന് കിട്ടി. നഗരസഭാ കൗൺസിലർ ബുഷറ റഷീദിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിച്ചതായി ആരോപണമുണ്ട്. തട്ടിപ്പിൽ കൗൺസിലറുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പരാതിയും നൽകി. മഞ്ചേരിയിലെ കണക്കനുസരിച്ച് ഏകദേശം 50 ലക്ഷം രൂപയുടെ മുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിവ്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയ ഇതിലെ കേസിലെ പ്രധാന പ്രതിയുമായി നേരിട്ട് ബന്ധമുള്ള വടക്കാഞ്ചേരി നഗരസഭ കൗൺസിലറും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുൾപ്പെടെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ പോലീസിനകത്ത് പരാതി നൽകിയിട്ടുള്ളത്. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ആ കൗൺസിലർക്ക് ഇത് തട്ടിപ്പാണെന്നറിഞ്ഞ് ആ തട്ടിപ്പിന് അരുനിന്നു, അല്ലെങ്കിൽ തട്ടിപ്പിനൊപ്പം ചേർന്ന് ജനത്തെ വഞ്ചിക്കാൻ കൂട്ടുനിന്നു എന്നൊരു പരാതി അവിടെയുണ്ടോ? അവിടുത്തെ പരാതികളുടെ വിവരങ്ങൾ എന്താണ്? സൂരജ്, ഗുഡ് മോർണിംഗ്. ഹഷ്മി, ഗുഡ് മോർണിംഗ്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ 3 പരാതി ഈ CSR ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന തട്ടിപ്പിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പരാതി ലഭിച്ചിരിക്കുന്ന പോലീസിന്. ഇത് സംബന്ധിച്ച് ഇന്ന് ഈ പരാതിയിന്മേൽ പോലീസിന്റെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 48 പേർക്കാണ് ഈ വടക്കാഞ്ചേരി നഗരസഭയിൽ മാത്രം ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് ഇരയായതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇവർക്കെല്ലാവർക്കും തന്നെ ഇപ്പോഴും ഇവരുടെ ഒരു പ്രതീക്ഷ ഈ പണം മടക്കി കിട്ടും എന്ന പ്രതീക്ഷയിൽ ഇവർ പരാതി നൽകാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ ഉൾപ്പെടെ പറയുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഏകദേശം 1.25 കോടിയിലധികം രൂപയോളം ഇവിടെ നിന്ന് ഈ പ്രതി സ്വരൂപിച്ചു എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമികമായി കണ്ടെത്തലായി പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ അതിൽ ഉൾപ്പെടെ പോലീസ് വിശദമായ കണക്കുകൾ സ്വരൂപിച്ചു വരികയാണ്. എന്തായാലും ഇതിനകത്ത് ഈ വടക്കാഞ്ചേരിയിൽ സീഡ് സൊസൈറ്റി രൂപീകരിക്കുന്നതിലടക്കം ഈ നഗരസഭാ കൗൺസിലർ അടക്കം നേതൃത്വം കൊടുത്തു എന്ന വിവരവും പരാതിയുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറായിട്ടുള്ള ബുഷറ റഷീദിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ സീഡ് സൊസൈറ്റി രൂപീകരിച്ചത് ഈ ബുഷറ റഷീദിന്റെ നേതൃത്വത്തിലായിരുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ ബുഷറ റഷീദിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ അടക്കം ഇപ്പോൾ പോലീസിന് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വടക്കാഞ്ചേരി നഗരസഭയിൽ അരങ്ങേറുകയും ചെയ്തു. ഒരു കൗൺസിലറുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ തട്ടിപ്പിന് കളമൊരുക്കി എന്ന ആരോപണമാണ് ഉയരുന്നത്. എന്തായാലും ഈ കൗൺസിലർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ ഈ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളും.